ആണെന്ന് കരുതി നിങ്ങളുടെ ജീവിതം ഇല്ലാതാകുന്നില്ല. പരിമിതികൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുക, ജീവിതത്തെ മനോഹരമാക്കുക. പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ നടിയും ഗായികയുമായ ഡെയ്ൽ ഇവാൻസ് റോജേഴ്സ് ആണ്. നിയന്ത്രണമുള്ള ജീവിതശൈലിയിലൂടെ പ്രമേഹത്തെ അകറ്റാനാവട്ടെ എന്ന ആശംസയോടെ ലൈവ് ഡോക്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമേഹപാത രോഗങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് റിനായ് മെഡിസിറ്റിയിലെ എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ സുജാപി സുകുമാറാണ്. ഡോക്ടർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. നമുക്കറിയാം, ഈ പ്രമേഹമുള്ള പലരെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് ഫുട്ട് അഥവാ പ്രമേഹപാത രോഗം. അപ്പം ഒരു വർഷത്തിൽ 10 ലക്ഷത്തിലേറെ പാദങ്ങളാണ് മുറിച്ചു കളയേണ്ടതെന്ന് വായിച്ചിട്ടുണ്ട്. വളരെ വേദനാജനകമായ ഒരു അനുഭവമാണിത്. അതേസമയം കൃത്യമായ സമയത്ത് ശരിയായ ചികിത്സ നേടിയിരുന്നെങ്കിൽ ഇവർക്കൊക്കെയും ഈ പാദങ്ങൾ അവരുടെ സ്വന്തമായി ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും ശരിയായ രീതിയിലൊരു സംരക്ഷണം അവർക്ക് എങ്ങനെ നേടാനാവും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് പണ്ടത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു 10 വർഷത്തെ കണക്കുകൾ എടുത്താൽ നമുക്കറിയാം നമ്മുടെ പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സ വളരെയധികം നൂതനമായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു 65% ഈ ആംപ്യൂട്ടേഷൻ റേറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡയബറ്റിക് കൺട്രോളാണ്. നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ പ്രമേഹത്തെ കൺട്രോളിൽ നിർത്തുന്നുവോ അത്രമാത്രം സങ്കീർണതകളെ തടയാനാവും. സത്യത്തിൽ നമ്മൾ പ്രമേഹ രോഗത്തെ അല്ല ഭയക്കേണ്ടത്, അതിൻ്റെ സങ്കീർണതകളെയാണ്, അതായത് കോംപ്ലിക്കേഷൻസ്. അത് ചെറിയ രക്തക്കുഴലുകളെ, ധമനികളെ എഫക്റ്റ് ചെയ്യുന്നതുണ്ട്, വലിയ രക്തക്കുഴലുകളെ എഫക്റ്റ് ചെയ്യുന്നതുണ്ട്. ഇതിൽ ചെറുത് എഫക്റ്റ് ചെയ്യുന്നതാണ് ന്യൂറോപ്പതി ഉണ്ടാക്കുന്നത്. വലിയ രക്തക്കുഴലുകളെ എഫക്റ്റ് ചെയ്യുന്നത് ബ്ലോക്കുകൾ, വലിയ രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു. ഈ 2 കാര്യങ്ങളെയും തടയാൻ കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുണ്ടാവുന്ന പ്രമേഹപാത രോഗങ്ങളെയും തന്മൂലം ഉണ്ടാവുന്ന ഇപ്പോൾ വ്രണങ്ങൾ മാറി ചിലപ്പോൾ രക്തക്കുഴലടപ്പ് വന്ന് അത് ഗാംഗ്രീനായി മാറി കാലുകൾ മുറിച്ച് മാറ്റപ്പെടേണ്ട ആ ഒരു അവസ്ഥയും തടുക്കാൻ കഴിയും. ഇത് മെയിൻലി നമ്മൾ ന്യൂറോപ്പതി ആൻഡ് വാസ്കുലോപ്പതിയാണ് തടയേണ്ടത്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് കാലിലുണ്ടാകുന്ന ഈ രോഗം പലപ്പോഴും മറ്റു പല രോഗങ്ങളുള്ളവർക്കും കാലിന് ഇത്തരത്തിലുള്ള വ്രണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. പ്രമേഹ രോഗികളിൽ ഇത് വരുമ്പോൾ അവർക്ക് എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റും? പ്രമേഹ രോഗികളിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ 2 അസുഖങ്ങൾ, കാരണം ഈ 2 ന്യൂറോപ്പതി, അതായത് നാഡീവ്യൂഹത്തെ, നാഡീഞരമ്പുകളെ എഫക്റ്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ വാസ്കുലോപ്പതി, വലിയ രക്തക്കുഴലെ എഫക്റ്റ് ചെയ്യുന്നത്. ഇത് 2ഉം പ്രമേഹ രോഗികളിലാണ് ഏറ്റവും കോമൺ. ഇപ്പോൾ ഒരു പ്രമേഹ രോഗിയുടെ കണക്കുകൾ എടുത്താൽ ഒരു 30% ആൾക്കാരിലും ഇത് 2ഉം ചേർന്ന ഒരു തരം അസുഖമാണ് കാണുന്നത്. പ്രമേഹത്തിൽ കാലിൽ വ്രണങ്ങളുള്ള ആൾക്കാരെടുത്താൽ ഒരു 20% രക്തക്കുഴലുകളിൽ അടഞ്ഞു പോയിട്ട് ബ്ലോക്ക് വന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ബാക്കിയുള്ള ഒരു 50%ലും ന്യൂറോപ്പതിയാണ്. അപ്പോൾ ഈ വാസ്കുലോപ്പതി, ന്യൂറോപ്പതി തടയാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആംപ്യൂട്ടേഷൻ റേറ്റ് എല്ലാം കുറയ്ക്കാം. അപ്പോൾ പ്രമേഹ രോഗികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഡെയിലി നമ്മൾ നമ്മുടെ മുഖം പരിശോധിക്കുന്നില്ലേ, കണ്ണാടിയിലൊക്കെ നോക്കാറില്ലേ, അത്രയേ ഉള്ളൂ. അതേപോലെ ദിവസവും സ്വന്തം കാലുകളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ എല്ലായ്പ്പോഴും ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഈ കോംപ്ലിക്കേഷൻ, ഡയബറ്റിക് സങ്കീർണതകളുടെ ചെക്കപ്പ് എന്നൊക്കെ പറയുന്നത് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. അപ്പോൾ മറ്റ് ദിവസങ്ങളിൽ ഇവർ സ്വയം പരിശോധനയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡെയിലി സ്വന്തം കാലുകൾ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം പരിശോധിക്കുക. അതിനി സ്വന്തമായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു കണ്ണാടി ഉപയോഗിച്ചിട്ട് കാലിൻ്റെ അടിയിൽ പരിശോധിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ കണ്ണിന് റെറ്റിനോപ്പതിയുള്ള രോഗികളാണ്, അല്ലെങ്കിൽ പ്രായമേറി കാറ്ററാക്റ്റ് ഉള്ളവരാണെങ്കിൽ വീട്ടിലൊരു അംഗത്തിനെ കൊണ്ട്, ഒരു ഫാമിലി മെമ്പറിനെ കൊണ്ട് ഇത് പരിശോധിപ്പിക്കാം. ഇത്തരത്തിലൊരു ഡെയിലി എക്സാമിനേഷൻ നടത്തിയാൽ നമുക്ക് ഒട്ടുമിക്ക പ്രമേഹ പാതരോഗങ്ങളെയും തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പ്രമേഹം വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ സേഫ് ആണെന്ന് നമുക്ക് കരുതാൻ പറ്റും. അതായത് ഒരു 10 വർഷത്തിന് ശേഷമാണ് സാധാരണ ഈ പ്രമേഹ പാതരോഗങ്ങൾ ഉണ്ടാകുക എന്നാണ് അറിയുന്നത്. സാധാരണ എന്തുകൊണ്ടെന്നാൽ ഇനീഷ്യലി ഇപ്പോൾ പ്രമേഹം കണ്ടുപിടിച്ച ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ 5 വർഷം ഡയബറ്റിസ് ഉണ്ടായിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ് അന്ന് മുതലേ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 രോഗികളിൽ, പ്രായമായി വരുന്ന ടൈപ്പ് 2 രോഗികളിൽ നമ്മൾ എപ്പോഴും ഈ സങ്കീർണതകളുടെ ടെസ്റ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറയും. കാരണം എത്ര നാൾ മുമ്പുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ കോമൺലി ഈ സങ്കീർണതകൾ തുടങ്ങാൻ കുറച്ച് വർഷങ്ങൾ എടുക്കും. കാരണം ഇതൊരു സൈലൻറ്റ് കില്ലറാണ് ഈ ഡയബറ്റിസ്. കുറേ നാൾ ഉള്ളിൽ ഇരുന്ന് പതിയെ ഓരോ അവയവങ്ങളെയും, ഓരോ സെല്ലിനെയും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കാലങ്ങളോളം, ഒരു 5 മുതൽ 10 വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്
വെളിയിൽ പ്രകടമാകുന്നത്. അത് വെച്ചിട്ട് അത്രയും നാൾ അതില്ലാന്നില്ല, ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യൂറോപ്പതിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ചിലപ്പോൾ 5-10 വർഷം എടുത്തേക്കാം. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള വ്രണങ്ങളെല്ലാം കോമൺലി രൂപപ്പെടാൻ തുടങ്ങുന്നത്. പക്ഷേ അതിനു മുമ്പും സംഭവിക്കാം. ഇപ്പോൾ ബ്ലോക്ക് വരാൻ ഇത്ര വർഷങ്ങൾ വേണമെന്നില്ല. രക്തക്കുഴലിനെ ബാധിക്കുന്ന തരം വാസ്കുലോപ്പതി വരാൻ ഇതിലും നേരത്തെയും വരാം. പക്ഷെ ന്യൂറോപ്പതി മൂലമുള്ള ഡയബറ്റിക് അൾസറുകൾ കുറച്ച് കാലെടുക്കും. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടറെ, താനൂരിൽ നിന്ന് സെയ്തലവി. സെയ്തലവി, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടർ സുജയുണ്ട്, ചോദിക്കാം. മാഡം, ഞാൻ 5 വർഷമായി ഷുഗർ പേഷ്യന്റ് ആണ്. പറയൂ. എനിക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നം കാരണമായിട്ട് ഞാൻ ആൻജിയോഗ്രാഫി ഒക്കെ ചെയ്തതാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ? ഗ്രാഫി ചെയ്തു. ബ്ലോക്ക് ഉണ്ടായിരുന്നോ? ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിട്ട് നീക്കിണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ കുറെ ആയി ഷുഗറിന് ഗുളിക സ്ഥിരമായിട്ട് മുടങ്ങാതെ 2 നേരവും ഗുളിക കഴിക്കുന്നുണ്ട്. രാവിലെയും രാത്രിയിലും ഗുളിക കഴിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോഴും ഷുഗർ ഇന്നലെ പരിശോധിച്ചപ്പോഴും വെറും വയറ്റിൽ പരിശോധിച്ചപ്പം 142. ഷുഗർ ഭക്ഷണത്തിന് ശേഷം അല്ല, ഭക്ഷണത്തിന് മുമ്പ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിരുന്നു. അത് ചെയ്തപ്പോ അതിലും കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എത്ര ശതമാനം ഉണ്ടെന്ന് ഓർക്കുന്നുണ്ടോ? അത് തെറ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ HbA1c ചെയ്തപ്പോ ഒരു ദിവസത്തെ ഷുഗർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. HbA1c എന്ന് പറയുന്ന ഒരു 3 മാസത്തെ ആവറേജ് ഷുഗർ, അത് നിങ്ങളുടെ പ്രായത്തിൽ ഒരു 6.5-നും 7-നും ഇടയിൽ വെക്കാവുന്നതാണ്. അതിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കുറേ കോംപ്ലിക്കേഷൻസിനെ എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ കഴിക്കുന്ന മരുന്നിൽ അതിന് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് മരുന്നുകളൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാൻ ഈ കേഗിളിയും 2M കഴിക്കണം. ഇപ്പോൾ 2 നേരം കഴിക്കുന്നുണ്ടോ? 2 നേരം, ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയും. ഓക്കെ. അപ്പോൾ ഇതിലും നിൽക്കുന്നില്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് കൂടുതലായി അടുത്ത ഇപ്പോൾ HbA1cയുടെ തോത് അനുസരിച്ചാണ്. വളരെ കൂടുതലാണെങ്കിൽ ഇൻസുലിൻ ചേർക്കേണ്ടി വരാം. കുഴപ്പമില്ലാത്തതാണെങ്കിൽ അഡീഷണലി ഏതെങ്കിലും നിസ്സാര ഗുളികൾ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കൺട്രോളിൽ നിർത്താൻ പറ്റും. പക്ഷെ അത് പരിശോധിപ്പിക്കണം. ഞാൻ ഭക്ഷണം കാര്യങ്ങളൊക്കെ വളരെ കുറച്ചിക്കണം. ഒരുപാട് ഭക്ഷണം കുറച്ചു. ഇപ്പൊ ഭക്ഷണം തന്നെ ചെറുതായിട്ട് കഴിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് ഷുഗർ കുറയുന്നില്ലല്ലോ മാം. എക്സസൈസും കൂടെ ചെയ്യൂ. അത്യാവശ്യം നടക്കുക. ഒരു ദിവസം ഒരു 45 മിനിറ്റോളം ഒക്കെ എക്സസൈസ് ചെയ്യൂ. എന്നിട്ട് എപ്പോഴും ഷുഗർ ഒരേ മരുന്നിൽ കൺട്രോൾ ആവണമെന്നില്ല. കാരണം ഡയബറ്റീസ് ഒരു പ്രോഗ്രസീവ് അസുഖമാണ്. അപ്പോൾ കാലക്രമേണ ഗുളികകളുടെ അളവൊക്കെ കൂട്ടേണ്ടി വന്നേക്കാം. അതിൽ വിഷമം വിചാരിക്കേണ്ട. ഡയബറ്റീസ് എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഈ ഷുഗറിന്റെ ലെവല് കൺട്രോൾ ചെയ്ത് നിർത്തണം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തണം. അപ്പോൾ ഈ ഷുഗറിന്റെ ലെവല് കൺട്രോൾ ചെയ്ത് നിർത്തണം എന്ന് പറയുമ്പോൾ പ്രമേഹ രോഗികൾ ധരിക്കും ഞങ്ങൾക്ക് എന്തായാലും ഷുഗർ ഉണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ ലെവലൊക്കെ കൂടി നിന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇവരുടെ ഒരു നിലവാരം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ HbA1c. കാരണം നമ്മളിപ്പോൾ ഡെയിലി ഫാസ്റ്റിംഗ് PPBS എല്ലാം നോക്കുകയാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും ആൾക്കാർ ചെക്ക് ചെയ്യുന്നത്. ആ ഒരു ദിവസം കൺട്രോൾ ചെയ്തിട്ട് ചിലപ്പോൾ ആഹാരമൊക്കെ നന്നായി കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് ചെക്ക് ചെയ്ത് കൺട്രോൾ കിട്ടി എന്നതുകൊണ്ട് സന്തോഷിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആ ആവറേജ് ഷുഗർ കഴിഞ്ഞ 3 മാസത്തെ നിങ്ങളുടെ ഷുഗറിൻ്റെ ഒരു ആവറേജ്, അതിൻ്റെ പ്രായത്തിനനുസരിച്ചും അതുപോലെ മറ്റ് കോംപ്ലിക്കേഷനൊക്കെ അനുസരിച്ചാണ് നമ്മൾ അതിനൊരു ടാർഗറ്റ് നിശ്ചയിക്കുക. ഇപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ വലിയ പ്രായമില്ലാത്തവരിലാണെങ്കിൽ ഒരു 80-ൻ്റെയും 110-ൻ്റെ ഇടയിലൊക്കെ നിർത്താം. കുറച്ചും കൂടെ പ്രായമുള്ളവരാണെങ്കിൽ 130 വരെ പോവാം. അതുപോലെ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ഒരു 180-ന് താഴെ, HbA1c ഒരു 6.5-നും 7-നും ഇടയിൽ, ഇത്തരത്തിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് കോംപ്ലിക്കേഷൻസിനെ അവോയ്ഡ് ചെയ്യാം. ഇത് മാത്രം പോരാ, ഈ ഡയബറ്റീസിൻ്റെ സങ്കീർണതകൾക്കായിട്ടുള്ള മറ്റ് ടെസ്റ്റുകൾ, ഇപ്പോൾ അത് കിഡ്നിയെ ബാധിക്കുന്നുണ്ടോ, കണ്ണിനെ ബാധിക്കുന്നുണ്ടോ, റെറ്റിന ചെക്കപ്പ്, അതുപോലെ ഞരമ്പ് ഈ നാഡികളുടെ ചെക്കപ്പ്, ന്യൂറോപ്പതിക്കായിട്ടുള്ള ചെക്കപ്പ്, ഇതെല്ലാം വർഷാവർഷം ചെയ്യണം. ഒരു കോളറോടുണ്ട്, കൊല്ലത്തു നിന്ന് രമേശ്. രമേശ്, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടറുണ്ട്, ചോദിക്കാം. പറയൂ രമേശ്. ഹലോ മാഡം, എന്റെ ഏജ് 63 ആണ്. 63. പറഞ്ഞോളൂ. താങ്ക് യു. എന്റെ ഏജ് 63 ആണ്. എന്റെ ഫാസ്റ്റിംഗ് ഷുഗർ 98 ആണ്. പക്ഷേ ആഫ്റ്റർ ഫുഡ് ഓൺ സർട്ടൻ ഡേയ്സ് അത് 80 ഒക്കെ ആകുന്നുണ്ട്. 80 ഞാൻ ഡോക്ടർക്ക് ഒരു ദാറ്റ് ഈസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഉള്ളൂ, 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് അങ്ങനെ. ഞാനത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തപ്പോൾ ഹി ഹാസ് പുട്ട് ഒരു സെൻസർ വെച്ചുകൊണ്ട് ദേഹത്തിന്റെ 14 ഡേയ്സിന്റെ ഷുഗർ മോണിറ്റർ ചെയ്തു. മോണിറ്റർ ചെയ്തിട്ട് ഒരു ദിവസം ഒരു ലെസ് ദാൻ 5% ഓഫ് ഡേയ്സ് ഷുഗർ ലെവൽ താഴുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിന് നോൺ ഡയബറ്റിക് ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് എന്തൊക്കെ പറഞ്ഞത്. നോൺ ഡയബറ്റിക് ഹൈപ്പോഗ്ലൈസീമിയ. എന്റെ HbA1c നോക്കുമ്പോൾ 5.4 ആണ് റെഗുലർ ആയിട്ട് നോക്കുമ്പോൾ.
അപ്പൊ ഡയബറ്റിക് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പ്രോബ്ലം എന്തൊക്കെ പറഞ്ഞു, ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റുക, ആഹാരം കഴിക്കുന്ന ഒന്ന് മാറ്റുക, കുറച്ച് എക്സസൈസ് ചെയ്യാം. എവറി ഐ ആം ഡൂയിങ് എക്സസൈസ്, ഒരു മണിക്കൂർ നടക്കാറുണ്ട്. പക്ഷെ എന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒരു അസുഖങ്ങളും ഇല്ല, ആക്റ്റീവാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ തന്നെ നേരത്തെ നല്ല രീതിയിൽ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ വെയിറ്റ് ലോസ് ഇല്ലെങ്കിൽ തന്നെ ബോഡി ഒരു ഷ്രിങ്ക് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. വെയിറ്റ് ലോസ് ആയിട്ട് വന്നിട്ടില്ല. വെയിറ്റ് ലോസ് വന്നിട്ടില്ല. താങ്കളുടെ ഫാമിലിയിൽ ഡയബറ്റിക് ഹിസ്റ്ററി ഉണ്ടോ? ആരുമില്ല, ഹിസ്റ്ററി ആർക്കും ഇല്ല. പക്ഷെ എന്റെ ആ പേഴ്സണാലിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടായോ, അതെന്നെ ഒരു വാട്ടികൾ എന്നെ മാനസികമായിട്ട് തളർത്തുന്നു എന്നുള്ളതാണ്. ഈ ഇത്തരത്തിലുണ്ടാവുന്ന ഈ ഹൈപ്പോഗ്ലൈസീമിയകൾ പറഞ്ഞല്ലോ, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വിളിക്കാൻ പറ്റില്ല അതിനെ, എങ്കിൽ പോലും ഷുഗർ താഴ്ന്ന ആ ഒരു ലെവല് ആ സമയത്ത് നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടാവുന്നുണ്ടോ? ഒന്നും ഉണ്ടാവില്ല, അറിയുന്ന പോലും ഇല്ല. എങ്ങനെയാണിത് നോക്കാൻ കാരണം എന്താ? ഈ PPBS കണ്ടിട്ടാണോ? പീരിയോഡിക്കലി ഒരു 6 months ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എന്നെ ഒരു പ്രാവശ്യം ഒരു 80 വന്നു. പിന്നെ വീണ്ടും 80 കണ്ടപ്പോൾ ഞാൻ എന്റെ ഒരു ഡോക്ടറുണ്ട് എന്റെ ഫ്രണ്ട്, പുള്ളിയുടെ ഇങ്ങനെ ചോദിച്ചു. ഇത് കൂടുതലും റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയാസ് ആണ് ഈ സംഭവിക്കുന്നത്. അതെ, അതാണ് ഇതിൽ ഏറ്റവും കോമൺ ഡയഗ്നോസിസ്. നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് തീർച്ചയായും ഡോക്ടർ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. അതായത് ആ രാവിലെ അല്ലെങ്കിൽ നമ്മൾ ഓരോ സമയത്തും മെയിനായി കഴിക്കുന്ന ഫുഡിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവിനെ ഒന്ന് കുറയ്ക്കണം. നമ്മൾ കൂടുതലും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിനെ കുറച്ച് വെച്ച് ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീൻ കണ്ടൻറ്റും കൂട്ടുകയാണെങ്കിൽ കഴിയുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ഈ ഡയബറ്റിക് ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ വ്രണങ്ങളുടെ കാര്യം പറഞ്ഞു. പക്ഷേ ഈ വ്രണങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവസാന സമയത്തായിരിക്കും വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പല ലക്ഷണങ്ങളും കാണിക്കും. അപ്പൊ ഏതൊക്കെ ലക്ഷണങ്ങളായിരിക്കും അതിന് മുമ്പ് കാണുന്നത്? ഏറ്റവും കോമൺ ആയിട്ട് ഈ ന്യൂറോപ്പതി പറഞ്ഞല്ലോ, അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാലിൽ തുടക്കത്തിലെല്ലാം പോസിറ്റീവ് സിംറ്റംസ് ആണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ കാലിൽ ഒരു സൂചി വെച്ച് കുത്തുന്ന പോലത്തെ പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ, അല്ലെങ്കിൽ ഒരു പുകച്ചിൽ കാൽപാദങ്ങളിൽ, പലപ്പോഴും ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, എന്തോ ഒരു തരിക്കുന്നു, അങ്ങനത്തെ ഒരു സെൻസേഷൻ. ഇതെല്ലാം തുടക്കത്തിലായിരിക്കും. കാലക്രമേണ ഇത് നെഗറ്റീവ് സിംറ്റംസിലേക്ക് പോകും. അതായത് മരവിപ്പ്, തൊട്ടാൽ അറിയാൻ വയ്യാത്തത്, ചിലപ്പോൾ ചൂടും തണുപ്പും തിരിച്ചറിയാൻ വയ്യാതെയാവും. അപ്പോൾ ഇതെല്ലാം അടുത്ത സ്റ്റേജിലേക്ക് പോയി. ഇത് ന്യൂറോപ്പതിയുടെ സിംറ്റംസ് ആണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് കാലിൽ ചെറിയ പോറൽ സംഭവിച്ചാലോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുമ്പോൾ ഒരു കല്ലിൽ തട്ടിയാലോ ചിലപ്പോൾ അറിയണമെന്ന് വരില്ല. അപ്പോൾ അവിടെ ഉണ്ടാവാവുന്ന കാലിൽ വരുന്ന നിറവ്യത്യാസങ്ങൾ, ചിലപ്പോൾ ഒരു ചുമപ്പാവാം. അതുപോലെ കാലിൽ നമുക്കെല്ലാം തയമ്പുകൾ വരും. അപ്പോൾ ഈ തയമ്പുകൾ പലപ്പോഴും സാധാരണ ചെറിയ തയമ്പെല്ലാം കോമൺ ആണ്, പലർക്കും ഉണ്ടാവാം. പക്ഷെ അത് വല്ലാതെ കട്ടിപിടിക്കുന്ന അവസ്ഥ. അപ്പോൾ അതിനുശേഷം നമ്മൾ നടക്കുമ്പോൾ അവിടുത്തെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആകെ മാറും. പിന്നെ കാലിലുണ്ടാവുന്ന എന്തെങ്കിലും നേരത്തെ പറഞ്ഞ നിറവ്യത്യാസം, ഈ കാലിലെ വിള്ളലുകൾ ഭയങ്കര കോമൺ ആണ്. കാരണം ഡയബറ്റിക് പ്രമേഹ രോഗികളുടെ കാലിലേക്കുള്ള രക്തയോട്ടത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുമാത്രമല്ല അവിടെയുള്ള അവരുടെ നമ്മുടെ സ്വെറ്റ് പ്രൊഡക്ഷൻ, സെബം പ്രൊഡക്ഷൻ എല്ലാം മാറി. അപ്പോൾ വരൾച്ചയുണ്ടാവും, വിള്ളലുകൾ വരും. വിള്ളൽ വന്നു കഴിഞ്ഞാൽ അതിൽ കൂടി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ ചെറിയ സംഭവിക്കുന്ന ഇപ്പോൾ ചുമന്ന കളറുകൾ വന്നു, അവിടെയും ഇവിടെയും ബ്ലിസ്റ്റേഴ്സ്, ഈ കുമിളകൾ പോലെ വരുന്നു. ചിലപ്പോൾ നെയിൽ ബെഡിൽ നഖം വെട്ടുമ്പോൾ ചിലപ്പോൾ അറിയാതെ ഇച്ചിരി ഉള്ളിലേക്ക് കയറ്റി വെട്ടും, അവിടെ അത് ഉള്ളിലേക്ക് വളർന്നുകൊണ്ട് അവിടെ പഴുപ്പ് വരുന്നു. അപ്പം ഇതെല്ലാം ആദ്യത്തെ ലക്ഷണങ്ങളാണ്. ഇതിനെയൊന്നും ആരും കാര്യമാക്കാറില്ല. ചെറിയ ലക്ഷണങ്ങളായി ഇന്നോ നാളെയോ മാറുമെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ പ്രമേഹ രോഗികളിൽ ഓൾറെഡി ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാണ്. അങ്ങനെയുള്ളവർക്ക് പിന്നെ അതുപോലെ അവിടുത്തെ രക്തോട്ടം കുറഞ്ഞുകൊണ്ട് ഹീലിംഗ് ഇത് ശരിയാവുന്നതും അത്ര എളുപ്പമായിരിക്കില്ല. ഇതെല്ലാം കൂടിയാവുമ്പോൾ വ്രണങ്ങൾക്കുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും. ഇത്തരത്തിലുള്ള എന്ത് ലക്ഷണം കണ്ടാലും സ്വയം ചികിത്സിക്കാതെ ഒന്ന് ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിച്ച് കുഴപ്പങ്ങളില്ലാന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമുക്കറിയാം ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരുപാട് പുരോഗമിച്ചു. പല കാര്യങ്ങളിലും പല ഡിഫിക്കൽട്ടായിട്ടുള്ള ചികിത്സാ മുറകളും മാറ്റിവെച്ചിട്ട് ലളിതമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാദം മുറിച്ച് കളയുന്നത് പോലും മാറ്റിവെച്ച് മറ്റ് ചികിത്സകളുണ്ട്. അപ്പോൾ ഈ ഡയബറ്റിക് ഫുഡ് ഡിസീസിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പുതിയ ചികിത്സാ രീതി ഏതാണ്? തീർച്ചയായും പ്രിവെൻഷനാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. ഈ പറഞ്ഞ പോലെ ചികിത്സ, ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ലെവലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏർലിയർ ആയിട്ട് തന്നെ നമുക്ക് ഇത് എന്തുമാത്രം എഫക്റ്റഡ് ആയിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ പണ്ടെല്ലാം ഒരു എക്സ്റേയിൽ നമ്മൾ നോക്കിയിരുന്നത്, ഇന്ന് നമുക്ക് ഈ ഇൻഫെക്ഷൻ എവിടെ വരെ പോയിട്ടുണ്ട്, എല്ലിനെ ബാധിച്ചിട്ടുണ്ടോ, എല്ലിൽ നിന്ന് ബയോപ്സി എടുക്കാം, അതല്ലെങ്കിൽ എല്ലിൻ്റെ MRI ചെയ്ത്, സോഫ്റ്റ് ടിഷ്യൂ MRI എല്ലാം ചെയ്ത് നമുക്ക് അതിൻ്റെ എക്സ്റ്റെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ എന്ത് തരത്തിൽ ചികിത്സിക്കണം എന്ന് കണ്ടുപിടിക്കാം.
മാത്രമല്ല ഡോപ്ലർ എല്ലാം ചെയ്തിരുന്ന ലെവലിൽ നിന്ന് ഇന്ന് CT ആൻജിയോ എല്ലാം ചെയ്ത് നമുക്കിതിൻ്റെ ബ്ലോക്ക് ഏത് ലെവലിലാണോ ആ ബ്ലോക്കിനെ നമുക്ക് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇടാം, അതല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ കാരണത്തിനെ നമുക്ക് ചികിത്സിക്കാൻ പറ്റി തുടങ്ങി വളരെ ഇഫക്റ്റീവായിട്ട്. അതുപോലെ വൂണ്ടുകളിൽ തന്നെ നമുക്ക് ഹൈപ്പർബാറിക് ഓക്സിജൻ കൊടുക്കാം, അതല്ലെങ്കിൽ വാക് തെറാപ്പി, ഇൻഫെക്ഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകൾ. ഡോക്ടറെ, നമുക്ക് അതിനെക്കുറിച്ച് തുടരാം. അതിന് മുമ്പ് നമുക്കൊരു കോളർ ഉണ്ട്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ആണ്. മുഹമ്മദ്, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടറിനോട് ചോദിക്കാം. മാഡം, പറയൂ. ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ്. ഒരു 5 വർഷമായിട്ട്. മരുന്ന് കഴിക്കുന്നില്ലേ? മരുന്ന് കാക്ലീൻ M1 എന്നാണ് ഗുളിക കഴിക്കുന്നുണ്ട് 2 നേരം. ഓക്കെ. ഷുഗർ കൺട്രോൾഡ് ആണോ? ഷുഗർ കൺട്രോൾ അല്ല, ചെക്ക് ചെയ്യുമ്പോ 240 ഒക്കെ ഉണ്ട്. വെറും വയറ്റിലാണോ 240? അല്ല, ഭക്ഷണം കഴിച്ചിട്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, അത് ചെയ്തിട്ടില്ല. അത് ഓക്കെ. അതുപോലെ ഈ ഡയബറ്റീസിന്റെ സങ്കീർണതകളുടെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇടയിൽ എപ്പോഴെങ്കിലും? ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, 3 മാസത്തിന്റെ. അതെ, അത് ചെയ്യാവുന്നത് മുഹമ്മദ്, അവിടെ നിങ്ങളുടെ ഒരു ഫിസിഷ്യനെ ആരെയാണെങ്കിലും കാണിച്ചിട്ട് ഇതിൻ്റെ ബാക്കി ടെസ്റ്റുകളൊന്ന് ചെയ്യൂ. HbA1c മുതലായ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഈ ഗുളികയിൽ തന്നെ കൺട്രോൾ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഗുളികയുടെ ഡോസ് കൂട്ടേണ്ടി വരാം, അതല്ലെങ്കിൽ HbA1cയുടെ ലെവൽ അനുസരിച്ച് ചിലപ്പോൾ ഇൻസുലിൻ എല്ലാം ആരംഭിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കൺട്രോൾ ചെയ്യൂ. ഇൻസുലിനും ഗുളിക അതായിട്ട് മാറ്റണ്ടോ? അത് ഓരോ HbA1cയുടെ ലെവൽ അനുസരിച്ചാണ് നമ്മൾ ഏത് വേണം തീരുമാനിക്കുക. ചിലപ്പോൾ ഒരു 8% താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഗുളികയിൽ തന്നെ പറ്റും. അതുപോലെ മറ്റ് കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ കിഡ്നിയുടെ ലെവൽ ടെസ്റ്റ്, ക്രിയാറ്റിനിൻ്റെ ലെവൽ നോക്കണം, മറ്റ് അനുബന്ധ അസുഖങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണം. ഇതെല്ലാം വെച്ചാണ് നമ്മൾ തീരുമാനിക്കുക ഏതാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് തീരുമാനിക്കൂ. എന്ത് തന്നെയായാലും ഈ പ്രമേഹ പാദരോഗങ്ങൾ വരിക എന്ന് പറയുന്നത് മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ കാലിലെ വ്രണങ്ങൾ വരുന്നു, അത് മറ്റുള്ളവർ കാണുന്നു, അതിൽ നിന്നും ചിലപ്പോൾ ദുർഗന്ധം ഉണ്ടായേക്കാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇവർ പാദരക്ഷകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലും വലുതായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഏത് തരത്തിലുള്ള പാദരക്ഷകളാണ് ഇവർ ഉപയോഗിക്കുന്നത്? കാരണം പലർക്കും ഇത്തരത്തിൽ വ്രണങ്ങൾ ഉണ്ടാവുന്നത് തന്നെ അവർ ആ ഒരു ഇൽ ഫിറ്റിംഗ് ഫുട്വെയർ ഉപയോഗിച്ചിട്ടാണ്. അതായത് അവരുടെ കാലിന് യോജിക്കാത്ത തരം പാദരക്ഷകളായിരിക്കും ഉപയോഗിക്കുന്നത്. പ്രമേഹ രോഗികൾ, പ്രത്യേകിച്ചും ന്യൂറോപ്പത്തി ഉള്ളവർ, പുറത്തു പോകുമ്പോഴും എല്ലാം പാദങ്ങൾ പൂർണ്ണമായും മൂടുന്ന രീതിയിലുള്ള പാദരക്ഷകൾ വേണം ഉപയോഗിക്കാനായിട്ട്. കാരണം അവർക്ക് ഇഞ്ചുറീസിനുള്ള റേറ്റ് കൂടുതലാണ്, അവരറിയില്ല ഇഞ്ചുറി പറ്റിയാലും. അതുപോലെ ഇവരുടെ കാലിലെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, ഈ തയമ്പുകൾ ഉണ്ടാവാം ഇവർക്ക്. അപ്പോൾ തയമ്പ് വന്നു കഴിയുമ്പോൾ അത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കാലിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ താഴെ വെക്കുമ്പോൾ പ്രഷർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഒരു ഭാഗത്ത് പ്രഷർ കൂടുതലായി വരികയാണെങ്കിൽ അവിടെ തയമ്പ് വരും നാച്ചുറലി. പിന്നീട് അതിനടിയിൽ ചിലപ്പോൾ ബ്ലീഡിങ് വരാം, അതിനടിയിലേക്ക് പൊട്ടലുകൾ വരാം. അപ്പോൾ അതല്ലെങ്കിൽ ഡീഫോമിറ്റീസ് ഉണ്ടാവാം പേഷ്യൻസിന്, കാലിൻ്റെ ഏതെങ്കിലും ബോണി ഡിഫോമിറ്റി. ഇത്തരത്തിലുള്ളവർ അതിനനുസരിച്ച് ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പ്ലാന്റാർ പീഡോഗ്രാം എന്ന് പറഞ്ഞിട്ട് പ്രഷർ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് അതിനനുസരിച്ച് പ്രഷർ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്ന പാദരക്ഷകൾ ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിൽ പല ഫുട്വെയർ ഷോപ്സിലും ഇത് തന്നെ അവൈലബിൾ ആണ്. ഈ പ്ലാന്റാർ പ്രഷർ പോയിന്റ് വെച്ചിട്ട് അവർക്ക് അനുയോജ്യമായ പാദരക്ഷകൾ, സോഫ്റ്റ് ആയിട്ടുള്ള സോളായിരിക്കണം. ഈ പാദരക്ഷ ഒരിക്കൽ വാങ്ങിച്ചാൽ മാത്രം പോരാ, അത് 6 മാസം കൂടുമ്പോഴെങ്കിലും അത് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ എപ്പോഴും ഷൂസ് എല്ലാം ഉപയോഗിക്കുന്നവർ സോക്സ് കൂടാതെ ഷൂസ് ഉപയോഗിക്കരുത്, സോക്സ് എപ്പോഴും ഇടണം. പിന്നെ എപ്പോഴും ഒരു സൈസ് ഒരു ഫിംഗറെങ്കിലും കടത്താൻ പറ്റണം, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളത്, അറ്റങ്ങൾ കൂർത്ത തരം ഷൂസ്, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഡെയിലി ഇടുന്നതിന് മുമ്പ് അതിനുള്ളിൽ വല്ല കല്ലോ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് നോക്കണം. കാരണം എപ്പോഴും അറിയില്ല നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്. ഇത് മാത്രമല്ല, ഇനി പാദരക്ഷകൾ ഉപയോഗിച്ച് രാത്രിയാവുമ്പോൾ സ്വന്തം കാല് എക്സാമിൻ ചെയ്ത് അതിൽ കഴുകി അതിൻ്റെ വിരലിൻ്റെ ഇടകളിലാണ് ഈ ഷൂസൊക്കെ ഇടുന്നവരിൽ മോയ്സ്ചർ ഒരുപാട് ഇരിക്കും. അപ്പോൾ അവിടെ മോയ്സ്ചർ വരാതെ മറ്റ് സ്ഥലങ്ങളിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഈ വിരലുകളുടെ ഇടയിൽ നന്നായിട്ട് ഒരു തുണി വെച്ച് ഒപ്പിയെടുക്കുക, മോയ്സ്ചറെല്ലാം ഒപ്പിയെടുത്ത് മോയ്സ്ചറൈസർ ബാക്കി ഭാഗങ്ങളിൽ തേക്കാം. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ഡെയിലി പരിശോധിക്കുക. ഡോക്ടർ, ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ സാധാരണ ആൾക്കാർക്ക് നമ്മുടെ കാല് എങ്ങനെ വേണമെങ്കിലും വൃത്തിയാക്കാം, ഏത് സോപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് ക്ലെൻസർ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഇവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഏത് തരത്തിലുള്ള വെള്ളമാണ്, ചൂടുവെള്ളമാണോ തണുപ്പ് വെള്ളം? വെള്ളം ക്ലീൻ ആയിട്ടുള്ള ഇളം ചൂടുവെള്ളം ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് നേരം സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത്
അവിടെ മോയ്സ്ചർ കാര്യം കൂടുതലായി തങ്ങി നിൽക്കാൻ ഇടവരുത്തും. പക്ഷെ അത് കഴിഞ്ഞ് അത് തുടച്ച് ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കണം. മോയ്സ്ചറൈസർ വാസലിൻ പോലത്തെ ഏതെങ്കിലും സാധാ മോയ്സ്ചറൈസർ ഉപയോഗിച്ചാലും മതി. പക്ഷേ വിരലുകൾക്കിടയിൽ വേണ്ട, അത് ഇട്ടാലും അത് ഒപ്പിയെടുക്കണം അതിൻ്റെ ഇടയിൽ നിന്ന്. ബാക്കി ഡയബറ്റിക് വൂണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള വേറെ ഇത് ഉപ്പുവെള്ളം മതി. വെറും സെലൈനിലാണ് നമ്മൾ എപ്പോഴും ഇത് വാഷ് ചെയ്യാറ്. മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ക്ലീൻ ആക്കി വെക്കാൻ അത് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നീട് ഇൻഫെക്ഷൻ സ്റ്റേജിലേക്ക് കടന്നാലാണ് നമ്മൾ മറ്റ് ഇതുകൾ ഉപയോഗിക്കുക, ആൻറ്റിബയോട്ടിക് അല്ല. നമുക്കൊരു കോളർ റൂഡുണ്ട്, കൊല്ലത്തു നിന്ന് സന്തോഷ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറുണ്ട്, ചോദിക്കാം. പറയൂ സന്തോഷ്. ഞാൻ 10 വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിയാണ്. ഓക്കെ. 2 ടൈം. എന്ത് പ്രായമുണ്ട്? ഇപ്പൊ 48. ഓക്കെ, പറയൂ. ശക്തമായ കാല് പെരുപ്പാണ് ഇപ്പോ. സന്തോഷ്, അത് കാലില് പാദങ്ങളിൽ മാത്രമാണോ ഉള്ളത്? അതെ, കാൽപാദങ്ങളിൽ പുകച്ചിലും ഉണ്ടോ? അതെ. ഓക്കെ, ഇത് ന്യൂറോപ്പത്തിയുടെ ലക്ഷണമാണ് കാണിക്കുന്നത്. 10 വർഷമായില്ലേ ഇപ്പോൾ ഡയബറ്റിസ്? അതെ, 10 വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഓക്കെ, കൺട്രോൾഡ് ആണോ ഷുഗർ? അല്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ ഡയബറ്റിക് കൺട്രോൾ ആണ്. എന്തുമാത്രം നന്നായി കൺട്രോൾ ചെയ്ത് വെച്ചാൽ കാലക്രമേണ ന്യൂറോപ്പതി കുറയും. താൽക്കാലികമായി ന്യൂറോപ്പതിക്ക് വേണ്ടുന്ന ചികിത്സകൾ ചെയ്യാവുന്നതാണ്. ന്യൂറോപ്പതിയുടെ ടെസ്റ്റ് ഉണ്ട്. കാലിൽ ചെയ്യുന്ന വൈബ്രേഷൻ പെർസെപ്ഷൻ ത്രഷോൾഡ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും, എന്തുമാത്രം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അത് ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ടാവും, ഡയബറ്റിക് സെൻറ്ററുകളിൽ എല്ലായിടത്തും ചെയ്യുന്നതാണ്. നിസ്സാരമായ ടെസ്റ്റാണ്, അങ്ങനെ വലിയ വില കൂടിയതൊന്നും അല്ല. അപ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റെ സിവിയറിറ്റി കണ്ടുപിടിച്ച് അതിനനുസരിച്ച് മരുന്നുകൾ കഴിക്കുക. അതിനൊപ്പം തന്നെ ഈ ഡയബറ്റിക് കൺട്രോൾ വളരെ പ്രധാനമാണ്. അടുത്തൊരു PTC കാണിച്ചപ്പോ അവര് ഒരു ക്യാപ്സ്യൂൾ എഴുതുന്നു, അത് കഴിച്ചു. പക്ഷെ അത് കുറയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനം ഡയബറ്റിക് കൺട്രോൾ ആണ്. അതൊന്നും കൂടെ നന്നായി HbA1c ഒക്കെ നോർമലാക്കി വെക്കൂ. അതിനൊപ്പം ഇതും കൂടെ ചെയ്ത പുകവലിയോ അങ്ങനത്തെ ഇതില്ലല്ലോ. കാരണം മറ്റ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതും കൂടെ കണക്കിലെടുക്കുക. ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ ഈ മരുന്നുകൾ മാത്രമല്ല, ജീവിതശൈലിയിൽ കൂടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോഴേ ഈ ഡയബറ്റിക്സിന് ചേഞ്ച് വരുന്നു. അപ്പോൾ ഈ ഡയബറ്റിക് രോഗികൾ ഏത് തരത്തിലുള്ള ജീവിതശൈലി ആയിരിക്കണം സ്വീകരിക്കേണ്ടത്? അതെല്ലാവർക്കും ബാധകമാണ്, പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല. അപ്പോൾ ഒന്ന്, അവരുടെ ഒരു ഐഡിയൽ ബോഡി വെയ്റ്റിൽ അവർ നിൽക്കാൻ ശ്രമിക്കുക കഴിയുന്നതും. രണ്ടാമത് അവരുടെ ഡയറ്റിൽ പ്രമേഹ രോഗികൾക്കായി നമുക്കറിയാം ഒരു ഓപ്റ്റിമം ലെവൽ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കൂട്ടാതെ ആവശ്യത്തിന് പ്രോട്ടീൻ, മറ്റ് വൈറ്റമിൻ മിനറൽസ് എല്ലാം അടങ്ങുന്ന ആഹാര രീതി. അതിൽ ഒരു നേരം തന്നെ ഒരുപാട് കഴിക്കാതെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. 3 നേരം പ്രധാന ആഹാരങ്ങളും ഇടനേരങ്ങളിൽ 2 പ്രാവശ്യം ഇതായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം കഴിക്കാം. ഏത് തരം ഫ്രൂട്ട്സ് ആണെന്നുള്ളതെല്ലാം നമുക്ക് അതിലേക്ക് കടക്കാനുള്ള സമയം അധികം ഉണ്ടാവില്ല. പിന്നെയുള്ളത് എക്സസൈസ്. ഡയറ്റ് കഴിഞ്ഞാൽ എക്സസൈസും വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂറോപ്പതി ഉണ്ട് എന്ന് വെച്ചിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ആക്ച്വലി മസിലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനെല്ലാം ഇത് സഹായിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ് നമുക്കാവുന്ന രീതിയിലൊന്ന് നടക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും. പക്ഷേ സിവിയർ ന്യൂറോപ്പതി സ്റ്റേജിലാണ്, വീഴാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മാത്രം എക്സസൈസുകൾ ഒഴിവാക്കേണ്ടത്. എന്തു തന്നെയായാലും എല്ലാവരും നല്ല ജീവിതശൈലിയിലേക്ക് വരട്ടെ, ആർക്കും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഡോക്ടർ വളരെ നന്ദി. ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകളുടെ സെഞ്ചുറിയാണ്. 100 ന്യൂസുമായി അനീഷത്തും. നമസ്കാരം. You are watching 24.